welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ പോവാണ്. അപ്പം ഒരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും അൺബോക്സിങ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് ഇന്നലെ കാണും, ഇങ്ങോട്ട് വാ, ബാക്കിൽ വാ, ഇനി വാ, ജാനി ഇങ്ങ് വാ. ഇവിടെ ഇന്നെ കാണാൻ പറ്റും, അവളെ കാണുന്നില്ല വീഡിയോക്കകത്ത്, അതുകൊണ്ടിട്ടാട്ടോ ശരിയല്ല ഉള്ളു. അപ്പം നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കണക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ എവിടെയല്ല, മാർക്കറ്റിൽ പോകണം, ചന്തയിൽ പോവുകയാണ്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞെനിക്ക് ആദ്യമായിട്ടാണ് താന്നിട്ടുമുട്ടിൽ ചന്തയിൽ പോകണം. അഞ്ചാലംകൂട്ടിൽ പോയിട്ടുണ്ട്. നമ്മളിവിടെ ചന്ത എന്നാണ് പറയുന്നത്. നിങ്ങളെവിടേക്ക് എന്താ പറയുന്നത്? ഒരുവിധം എല്ലാവരും ചന്ത മാർക്കറ്റ് എന്നൊക്കെ അല്ലേ പറയാറ്, അങ്ങാടി എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കല്യാണം കഴിഞ്ഞെനിക്ക് പോകാൻ പോണത്. അതിൻ്റെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. എന്നാലും ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്ത് പോകുമല്ലേ, അതുകൊണ്ടിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. എന്താ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അൺബോക്സിങ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും മടുക്കും എനിക്കും മടുക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ എക്സ്പെഷ്യലി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഫസ്റ്റ് തന്നെ ആദി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബറാണ്. ഞാൻ മീഷോ ഹോൾ ചെയ്യാറുള്ളപ്പോൾ മിക്കവാറും വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട്. മിക്കവാറും അല്ല, എനിക്ക് ആ ഒരു ഒറ്റ കമൻറ്റാണ് ഇപ്പോഴും മൈൻഡിലുള്ളത്. അവൾ എന്നോട് പറഞ്ഞു, ഇതണക്ക് നമ്മുടെ ബേബീസ് ഒരേ ഏജാണ്, സോ ബേബിക്ക് ഉള്ള ഡ്രസ്സിൻ്റെ ഒരു ഹോൾ ചെയ്യാമോ എന്ന് ചോദിച്ചു. ആക്ച്വലി ഞാൻ വിചാരിച്ചത് ബേബിക്കുള്ള ഓൺലൈൻ ഡ്രസ്സിൻ്റെ ഹോൾ ചെയ്യാമോ എന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഓൾറെഡി അതിന് മുമ്പ് തന്നെ മിന്ത്ര എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വേണ്ട ക്യാഷോ മിന്ത്ര ഞാൻ ബേബിക്കുള്ള കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ബേസിൽ ഞാൻ പറഞ്ഞു കണക്ക് മിന്ത്രയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്, ബേബിക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി അങ്ങനെ നല്ലത് കൊടുക്കാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് ഫീൽ ചെയ്തു. ആ കുട്ടീനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഓൾറെഡി ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇല്ലാതെ മോന് ഡ്രസ്സ് വാങ്ങുന്ന വീഡിയോ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ അവളും കമൻറ്റ് ചെയ്തല്ലേ ഞാൻ അവളും വിചാരിക്കുന്നത്, അവളും വിചാരിക്കില്ല കേട്ടോ. എനിക്ക് എൻ്റെ അനിയത്തി അങ്ങനെ വിചാരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പം മിന്ത്രയുടെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളത് മിന്ത്ര ആണ്, അപ്പം എനിക്ക് കൂടുതലും ബേബിക്ക് കൊടുക്കാൻ അതാണ് താല്പര്യമെന്ന്. പക്ഷേ അവൾ പറഞ്ഞതിന് അതിന് മുന്നെയാണ് ഞാൻ മിന്ത്രയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ മീഷോയിൽ കയറിയിട്ട് കുഞ്ഞിനുള്ള ഡ്രസ്സ് ഓർഡർ ചെയ്തു. അത് എൻ്റെ കയ്യിൽ ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നത്. അന്നേരം ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ കയ്യിൽ മീഷോന്ന് ഓർഡർ ചെയ്ത് ബേബീസിൻ്റെ ഡ്രസ്സ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, പക്ഷേ മെറ്റീരിയൽ ക്വാളിറ്റി എനിക്ക് അത്രയായിട്ട് നല്ലതായിട്ട് തോന്നിയില്ല. മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ട് മീഷോന്ന്, സോ അന്നേരം എനിക്ക് തോന്നിയത് എനിക്ക് അത്ര ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അതാണ് ഞാൻ വീഡിയോക്കകത്ത് എടുത്ത് പറഞ്ഞത് മിന്ത്ര കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് എന്ന്. അപ്പോൾ അവൾ വിചാരിച്ചു, എന്താ വിചാരിച്ചത് അറിയത്തില്ല. എനിക്ക് രാത്രി ആയപ്പോൾ എനിക്ക് കമൻറ്റ് ഇട്ടു, നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് മീഷോ ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നി, അതുകൊണ്ടിട്ടാണ് പറഞ്ഞത്. അപ്പം എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്, അവൾ ഈ വീഡിയോ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നല്ല കേട്ടോ, ഞാൻ മീഷോന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് മീഷോൻ്റെ ബേബി കിഡ്സിൻ്റെ ഡ്രസ്സുകളുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതെനിക്ക് സംസാരിക്കണമെന്ന് തോന്നിക്കൊണ്ടിട്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് പുറത്തൂടെ പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആർക്കെങ്കിലും ഞാനിങ്ങനെ പറയുന്നതൊക്കെ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും കേട്ടോ. ഞാൻ ആദ്യനോട് ഞാൻ സോറി പറയാണ്. ഞാൻ സംസാരിച്ചത് അല്ലെങ്കിൽ മീഷോ ഭയങ്കര ക്വാളിറ്റി ഇല്ലാത്തതോ അല്ലെങ്കിൽ വേറെ ഒന്നും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരുവിധം മേടിക്കുന്ന എല്ലാം മീഷോ എന്നാണ് വാങ്ങുന്നത്. ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വാങ്ങുന്നതൊക്കെ റിട്ടേൺ ചെയ്യാറുണ്ടോയെന്ന്. ഞാൻ ഒന്നും റിട്ടേൺ ചെയ്യാറില്ല, എല്ലാം ഞാൻ യൂസ് ചെയ്യാൻ വാങ്ങുന്നതാണ്. ഒന്നും ഞാൻ എടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ കുറേ ഒരുവിധം എല്ലാം ലേഡീസാണ് ഉള്ളത്. അപ്പം നമുക്കെല്ലാം ഏകദേശം ഒരേ സൈസുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്തിടാറുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിടാറുണ്ട്. പിന്നെ ചേച്ചിമാരുണ്ട്, കല്യാണം കഴിഞ്ഞ് പോയ ചേച്ചിമാരുണ്ട്, അവരൊക്കെ വരുമ്പം ഞാൻ അവർക്കും മറക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ടിട്ട്
മീഷോ മോശമാണെന്നോ ക്വാളിറ്റി ഇല്ലാന്നോ മിഡിൽ ക്ലാസ്സിന് അങ്ങനെ ലോ ക്ലാസ്സിന് അങ്ങനെ ഹൈ ക്ലാസ്സിന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നേ ഉള്ളൂ. അത് കുറച്ചും കൂടെ ബെറ്ററാണ്, അഫോർഡബിൾ റേറ്റാണ്. 399 രൂപയ്ക്ക് 3 ഡ്രസ്സ്. അതാകുമ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ ഏകദേശം 133 രൂപ ആവുന്നുള്ളൂ ഒരു ഡ്രസ്സിന്. അത് അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ 2500 എന്നിട്ടത് ഞാൻ ആ 5 സെറ്റ് മേടിച്ചു, അതുകൊണ്ടിട്ടാണ് 2500 രൂപ ആയത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ടിട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 2500 രൂപയ്ക്ക് ഞാൻ 5 സെറ്റ് മേടിച്ചു, 3 ഇതുള്ള 15 മേടിച്ചു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം ഒരു 130 140 ആ ഒരു റേറ്റിനകത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മിന്ത്രയ്ക്കകത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര റേറ്റ് ആണ് എന്ന രീതിയിലാണ് എല്ലാവരും ചിന്തിക്കുക. അങ്ങനെയല്ല കേട്ടോ, ഓഫർ വരും. ഞാൻ ആ ഓഫറിൻ്റെ ടൈമിലാണ് ഞാനത് മേടിച്ചതും നിങ്ങൾക്കതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ലോഗ് കാണിച്ചു തരാം, നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റൊക്കെ കാണിച്ചു തരാം. കാണാനൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, ഞാനും പോയിട്ട് കുറേ നാളായി. നമുക്ക് പോയിട്ട് വരാം. ചേച്ചി ഒരുങ്ങി, ചേച്ചിനെ കൊണ്ടുപോകണം. ജാനിമോളെ കൊണ്ടുപോകുന്നില്ല, കാശിക്കുട്ടിനെ കൊണ്ടുപോകുന്നു. ഞാനും ചേട്ടത്തിയും കാശി ബേബിയും കൂടിയിട്ടാണ് കേട്ടോ പോയത്. ജാനിമോളെ വീട്ടിലാക്കിയിട്ട് ഇറങ്ങിയത്. കാര്യം രണ്ടുപേരോട് ഹാൻഡിൽ ചെയ്ത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാനായിട്ട് ഭയങ്കര ബേബീൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഭയങ്കര മെനക്കേടായിരിക്കും, അതുകൊണ്ടിട്ട് ഒരാളെ മാത്രമേ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ചേച്ചി കാശി ബേബീനെ അങ്ങ് എടുത്തു. അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കൊടുത്താണ് കേട്ടോ. എന്നെക്കാളും കൂടുതലും ചേച്ചിയുടെ കയ്യിലാണ് കാശി ബേബി ഇരിക്കാറുള്ളത്. ബിക്കോസ് ചേച്ചിക്ക് ഭയങ്കര ഹാൻഡിൽ ചെയ്ത് ഭയങ്കര എങ്ങനെയാണ് പറയേണ്ടത്, എന്നെക്കായി നന്നായിട്ട് ബേബീനെ ഹാൻഡിൽ ചെയ്യാൻ ചേച്ചിക്കറിയാം. പിള്ളേരുള്ളതുകൊണ്ടിട്ടായിരിക്കും. എന്തായാലും ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ താനിക്കമുക്കിലുള്ള ചന്തയാണ്. നമ്മൾ ചന്താന്ന് മങ്ങാടിന്ന് കവലാന്നൊക്കെ പറയും. താനിക്ക് മുക്കി പോന്ന് ചന്തയിൽ പോണ് മാർക്കറ്റിൽ പോകണം എന്നൊക്കെ പറയും. എല്ലായിടും എന്തൊക്കെയാണോ എന്തോ പറയുന്നത്, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം എല്ലായിടവും പറയുന്നത്. പിന്നെ നമ്മുടെ താനിക്കമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് കവല വരുന്നത്. നമ്മുടെ വീടിനടുത്താണ്, ജസ്റ്റ് നടന്ന് ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ, നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നമ്മുടെ ഒരു എന്നാ പറയുക, ഈ കവലയിൽ ചെല്ലുമ്പോൾ ചന്തയിൽ ചെല്ലുമ്പോൾ ഒരു നാട്ടിൻപുറത്തൊക്കെ ചെന്ന ആ ഒരു ഫീലാണ് കേട്ടോ. അല്ലെങ്കിലും എല്ലായിടും അങ്ങനെയൊക്കെ തന്നെയല്ലോ, നിറയെ ഇത് കണക്ക് ഭയങ്കര ഒരുപാട്. നമ്മൾ ഇപ്പോൾ ഒരുവിധം എല്ലാ സിറ്റി ലൈഫിലേക്ക് പോയപ്പോഴത്തേക്കും എല്ലാവരും മാളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ ചന്തകളിലും മാർക്കറ്റിലൊക്കെ പോകുമ്പോഴാണ് ആ ഒരു നാട്ടിൻപുറത്തിൻ്റെ ഫീല് സത്യം പറഞ്ഞാൽ കിട്ടുന്നത്. ഒരുപാട് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും എപ്പോഴും ഒന്നും കാണാൻ പറ്റില്ല. ഇതുപോലെ ചന്തയിലൊക്കെ പോകുമ്പോഴായിരിക്കും എല്ലാവരും ഒരുപോലെ കാണുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണമോ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും ഈ അമ്മേൻ്റെ കടയുണ്ടല്ലോ, ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു പണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ മീൻ മേടിക്കാനായിട്ട് ഞാൻ തന്നെയായിരുന്നു പോകാറുള്ളത്. ഞാൻ മാത്രമല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെല്ലാവരും കൂടിയിട്ടായിരിക്കും പോണത്. അപ്പം അന്ന് തൊട്ടിട്ട് അവിടെ പച്ചക്കറി കച്ചവടം നടത്തുന്ന അമ്മയാണ് കേട്ടോ. ഇപ്പോൾ ലോട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മൾ ചന്ത വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒത്തിരി മാറി. പിന്നെ മറ്റേ നമ്മുടെ ഇവിടെ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. വേസ്റ്റ് ഗ്യാസ് ആക്കാനാണ് എന്താണ് പറയുന്നത്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടല്ലോ, അതുമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ചന്തയുടെ അടുത്ത് തന്നെയാണ് പഞ്ചായത്ത് വരുന്നത്, എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഞങ്ങൾ ആദ്യമേ പച്ചക്കറി വാങ്ങാനായിട്ടാണ് പോയത്. മീൻ വാങ്ങാനായിട്ട് ഉദ്ദേശമില്ലായിരുന്നു. കാര്യം വീട്ടിലങ്ങനെ എല്ലാവർക്കും മീൻ നിർബന്ധമില്ല. ഞങ്ങളുടെ അമ്മാമ്മയ്ക്ക് എല്ലാ ദിവസവും മീൻ വേണം, ബാക്കി ആർക്കും അങ്ങനെ മീൻ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഞാനും ദേവിയാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട, ഞങ്ങളങ്ങനെ മീൻ അധികം കൂട്ടാറില്ല. ഞാൻ വലിയ മീനല്ല, ചെറിയ മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാള എനിക്കിഷ്ടമാണ്. പിന്നെ ചൂട ഞാൻ വറുത്താൽ കഴിക്കും. ചൂട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൊഴുവ, നെത്തോലി എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു മീൻ. അപ്പം ഞാൻ ആദ്യമേ പോയിട്ട് നെത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പരിചയമുള്ളവരൊക്കെ തന്നെയാണ് ഈ നിൽക്കുന്നത്. കാര്യം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചന്തയാകുമ്പോഴത്തേന് വീടിൻ്റെ അടുത്തുള്ളത് തന്നെയായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞ കണക്ക് വല്ലപ്പോഴും മാർക്കറ്റിലൊക്കെ പോകുമ്പോഴായിരിക്കും എല്ലാവരെയും കാണുന്നത്. ഒരിടത്തുനിന്ന് മീൻ മേടിച്ചിട്ട് ഞാൻ മാറിയപ്പോഴാണ് വേറൊരിടത്ത് നല്ല കൂട്ടം കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയി നോക്കിയപ്പോഴത്തേന് അവിടെ അത്യാവശ്യം ബാക്കിയുള്ളവരുടെ കയ്യിലിരിക്കുന്നതിനേക്കായി അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഫ്രഷ് മീൻ കണ്ടു. അതുകൊണ്ടിട്ടാണ് ആ ഒരു തിരക്ക്. പിന്നെ ഞാൻ അവിടുന്ന് കറങ്ങി വേറൊരിടത്ത് നിന്നിട്ട് ഞാൻ എന്താണ് മീനെന്ന് സെർച്ച് ചെയ്തതാണ്. പക്ഷേ മീൻ വിൽക്കുന്ന ആൻറ്റിക്കുണ്ടല്ലോ, എൻ്റെ ദൈവമേ, ചോദിച്ച് നമ്മൾ മടുത്താലും ആൻറ്റി തരൂല. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു, ഒരു 10-15 മിനിറ്റോളം വെയിറ്റ് ചെയ്തു.
അപ്പോൾ ആൻറ്റി ഞാൻ ബാക്കിൽ നിന്നോണ്ടായിരിക്കും ആൻറ്റി എന്നെ കണ്ടില്ല. ഞാൻ പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു പിന്നെ വേറെ എവിടെ നിന്നെങ്കിലും മീൻ മേടിക്കാമെന്ന്. അങ്ങനെ ഇതിന് അപ്പുറത്തോട്ട് മാറി വേറൊരിടത്തു നിന്ന് മീൻ മേടിച്ചിട്ട് പിന്നെ വേറെ എന്തോ കുറച്ച് പച്ചക്കറി ഐറ്റംസ് കൂടെ ചേച്ചിനോടും മോനോടും ഞാൻ മാറി നിന്നോളാൻ പറഞ്ഞു. കാര്യം മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പച്ചക്കറി കടയുടെ അടുത്ത് നിന്നേത് കേട്ടോ. പിന്നെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ച് തേണ്ടേ 3 കിറ്റ് നിറച്ച് കക്കയും കൊഞ്ചും നെത്തോലിയും പിന്നെ കാരലും മേടിച്ചു. ഇറങ്ങിയപ്പോഴത്തേന് നല്ല മഴയുമായി. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി നിൽക്കുകയാണ്, മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ചന്തയിലൊക്കെ പോയി. കാശി ബേബി ഫസ്റ്റ് ടൈമാണ് മാർക്കറ്റിൽ കയറുന്നത്. സാധാരണ ഞങ്ങൾ പോയാലും പുറത്ത് നിർത്തിയിട്ട് പോകാറുള്ളൂ, ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര കരച്ചിലാണ്. ആളുകളെ കണ്ടിട്ടാണോ സ്മെല്ലിൻ്റെ ആണോ അറിയാൻ വയ്യ. എന്തായാലും നല്ല കരച്ചിലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് മഴയും പെയ്തു. പിന്നെ ഒരു കടയിൽ കയറി എന്നിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അവിടെ കാശി ബേബിക്ക് തല നനയാതിരിക്കാൻ ഒരു അയ്യോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. പ്രത്യേകിച്ച് സംഭവം വിപുലമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്നും ഞാൻ പറഞ്ഞ കണക്ക് മറ്റേ നമ്മുടെ ഇതല്ലേ ചെയ്യുന്നത്, അൺബോക്സിങ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും മാറ്റിയൊന്ന് ചെയ്യാമെന്ന്. നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും, അതാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൺസ് അഗെയിൻ ആദ്യം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ മീഷോയുടെ പ്രൊഡക്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റന്നാൾ അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാര്യം കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാം കവർ ചെയ്യേണ്ടത്. അതുകൊണ്ടിട്ടാണ് ഞാൻ നാളെയോ മറ്റന്നാൾ അതിൻ്റെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. ബാബ പറ ടാറ്റാ.